ഹലോ നമസ്കാരം. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ടോ പറയാൻ പോകുന്നത് നമ്മുടെ മഴതോര മൂവിയുടെ നാളത്തെ ഒരു കിടിലൻ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അങ്ങനെ നമ്മുടെ അലീനയെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് നമ്മുടെ രേവതിക്കുട്ടിയും മാമച്ചായനും ഗ്രേസമ്മയും കൂടി വരുന്നുണ്ട്. പക്ഷേ ഈ വരവ് ശരിക്കും അവർ മുൻപ് നേരത്തെ വരേണ്ട ഒരു വരവായിരുന്നു. അത് സാധിച്ചില്ല. അപ്പോൾ അവർ ഈ സമയത്താണ് വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് അലീനയാണെങ്കിൽ അവരുടെ കൂടെ പോകാനായിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അലീന മൊത്തത്തിൽ പാക്കും കെട്ടി പോകാൻ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് വരുമായിരുന്നെങ്കിൽ. പക്ഷെ അതിൽ നിന്ന് മാറി അലീന ഒരു 2 ദിവസത്തേക്ക് ഒരു ഗസ്റ്റ് എന്നുള്ള രീതിയിൽ മാറി നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പക്ഷേ ഇവർ പോയി കൂട്ടിക്കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാനിലാണ് അലീനയെ ഇനി തനിച്ച് പറഞ്ഞയക്കാൻ ബാലചന്ദ്രൻ ഒരു മടി. തനിച്ച് പോകുമ്പോൾ വഴിയിൽ വെച്ചിട്ടും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിച്ചാലോ, ഇവരെന്തെങ്കിലും ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്താലോ എന്നൊക്കെയുള്ളൊരു പേടി കാരണം രേവതിക്കുട്ടി പറഞ്ഞു നമുക്ക് നേരെ പോയി ചേച്ചിയെ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് കേട്ടോ. അങ്ങനെ അതേസമയം ശിവശങ്കരനാണെങ്കിൽ നമ്മുടെ ബാലചന്ദ്രനെ വിളിച്ച് ഒന്നുകൂടി ഉറപ്പ് വരുത്തുന്നുണ്ട്, ഞങ്ങൾ ഇന്ന് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അത് കേട്ടപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിനിപ്പോൾ ഇന്നലെ പറഞ്ഞതാണല്ലോ, ഇന്ന് വരുന്ന കാര്യം ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ, അല്ല ബാലചന്ദ്രൻ അവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അതൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്ന് പറയാണ് ശിവശങ്കരൻ. ഞാൻ എങ്ങോട്ടേക്കും പോകത്തില്ല, ഞാൻ നിങ്ങളെ പേടിച്ചൊന്നും എങ്ങോട്ടും പോകത്തില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് അയാൾ. ഞങ്ങളൊരു 10-25 അല്ല ഞങ്ങളൊരു 8 പേരുണ്ടാവും എന്ന് പറയുമ്പോൾ, ഞാനൊരു 25 പേരെയൊക്കെ പ്രതീക്ഷിച്ചു, എന്തായാലും നിങ്ങൾ വാ എന്നും പറഞ്ഞ് അങ്ങനെ ഫോൺ കട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം ബാലചന്ദ്രൻ തൻ്റെ ഷെൽഫിൽ നിന്ന് ഡ്രോയറിൽ നിന്ന് തൻ്റെ തോക്കെടുത്ത് നോക്കുന്നുണ്ട്. വരട്ടെ, എല്ലാവരും ഇങ്ങോട്ടേക്ക് വരട്ടെ, എനിക്കറിയാം എന്താ വേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. ആ സമയത്ത് അലീന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അലീന വരുന്ന സമയത്ത് അലീന പറയുന്നുണ്ട്, രേവതിക്കുട്ടിയും മാമച്ചായനും ഗ്രേസ്മാൻറ്റിയും കൂടി വരുന്നുണ്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. അച്ഛൻ പറഞ്ഞില്ലേ തനിച്ച് പോകാനൊരു പേടിയൊക്കെ പറഞ്ഞത് കാരണം അവർ എന്നെ വിളിക്കാനായിട്ട് വരികയാണ് എന്ന് പറയുമ്പോൾ അതേതായാലും നന്നായി എന്ന് പറയാണ് ബാലചന്ദ്രൻ കേട്ടോ. ആ സമയത്തൊക്കെ എന്നാലും ഒരു മടി പറയുന്നുണ്ട്, നീ പോണോ, നീ ഇവിടെ ഉണ്ടാവുന്നതല്ലേ നല്ലത് എന്ന് ചോദിക്കുമ്പോൾ, വേണ്ട അച്ഛാ ഞാൻ പോയേക്കാം, 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാലോ എന്ന് പറയുന്നുണ്ട്. ശരി, നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് താഴെ കൃഷ്ണമോള് റെഡിയായിട്ട് സ്കൂളിലൊക്കെ പോകാനായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ബബിതയും രോഹിത്തും സ്കൂളിൽ പോകണില്ല. കൃഷ്ണയ്ക്ക് നല്ല വിശ്വാസമുണ്ട് അലീന ഒരിക്കലും ഇവിടെ നിന്ന് പോകത്തില്ല, അച്ഛൻ അലീനയെ പറഞ്ഞയക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ കൃഷ്ണയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടിയൊന്നുമില്ല കേട്ടോ. പക്ഷേ ബബിതയും രോഹിത്തും സ്കൂളിലൊന്നും പോകുന്നില്ല. ആ സമയത്ത് ബബിത പറയുന്നുണ്ടെന്ന്, സ്കൂളിൽ പോവാതിരുന്നാൽ ഇവിടുത്തെ അംഗങ്ങളൊക്കെ കാണാം, ഇവിടെ ഇരുന്ന് കാണാം എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളേതായാലും ഫോണിലൊന്ന് പിടിച്ചാൽ മതി, ഞാൻ വരുമ്പോൾ കാണിച്ചു തന്നാൽ മതി എന്നൊക്കെ പറയണേ. അഹങ്കാരി, അച്ഛൻ്റെ അതേ മോളാണ്, അച്ഛൻ്റെ അതേ സ്വഭാവമാണെന്നൊക്കെ പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ, അമ്മയുടെ മോളും ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്നിങ്ങനെ അലീനയെ നോക്കിക്കൊണ്ട് പറയാം കേട്ടോ. അപ്പോൾ ബബിതയാണ് വൈജയന്തി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പക്ഷേ കൃഷ്ണ പറയുന്നത് അലീനയെ കുറിച്ചിട്ടാണ്. ആ സമയത്ത് അലീന കൃഷ്ണയെ ഒന്നിങ്ങനെ നോക്കുമ്പോൾ അലീനയോട് കൃഷ്ണ പറയുന്നുണ്ട്, ചേച്ചി ഞാൻ സ്കൂളിൽ പോവുകയാണ്, ചേച്ചി ടെൻഷൻ ആവുമൊന്നും വേണ്ട, ആരൊക്കെ വന്നു കഴിഞ്ഞാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കാൻ പോണില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം കൃഷ്ണ അങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണ സ്കൂളിലേക്ക് പോവുകയാണ്. കൃഷ്ണ പോയതിന് ശേഷം വൈജയന്തി അലീനയോട് പറയുന്നുണ്ട്, കെട്ടിയൊക്കെ റെഡിയാക്കി എടുത്തു വെച്ചോ, ഇനി ഇവിടെ നിനക്ക് നിൽക്കാൻ പറ്റത്തില്ല, നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനാണ് പോകുന്നത്, ഇനി നീ എന്തൊക്കെ അടവ് നടത്തിയിട്ട് ഒരു കാര്യമില്ല, കൃഷ്ണ പറയുന്നത് കേട്ടൊന്നും നീ സന്തോഷിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല, നിന്നെ ഇന്ന് ഇവിടെ നിന്ന് തുരത്തുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് വൈജയന്തി. അങ്ങനെ അലീന അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെ തൻ്റെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ പോയിട്ട് തൻ്റെ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്യുക കേട്ടോ. അങ്ങനെ ആ സമയത്താണ് നമ്മുടെ രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചായനും കൂടി വരുന്നത്. അങ്ങനെ അവർ വന്ന് കോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് അലീനയാണ് വന്ന് വാതിലുറക്കുന്നത്. അപ്പോൾ ഇവരെ കണ്ട സമയത്ത് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അലീനയും രേവതിക്കുട്ടിയും തമ്മിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മാമച്ചായനെയും ഗ്രേസമ്മയൊക്കെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് തന്നെ ക്ഷണിക്കുകയാണ് കേട്ടോ. അപ്പം ഇതാരാപ്പം എന്നുള്ള രീതിയിൽ വൈജയന്തി വന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ അലീന അവരോട് പരിചയപ്പെടുത്തുന്നുണ്ട്, ഇത് ആണ് എൻ്റെ അനിയത്തി രേവതിക്കുട്ടി,
ഇവരുടെ വീട്ടിലാണ് ഇവൾ നിൽക്കുന്നത്, ഈ ഗ്രേസം ആൻറ്റിയുടെ മാമച്ചായൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തിയുടെ ആ രൂപവും സംസാരവും ഒക്കെ കണ്ടിട്ട് രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചിയുടെ അതേ രൂപം, അതേ സംസാരം, അതേ സ്വരം, എന്താ രണ്ടു പേരും ഒരുപോലെയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മുഖത്ത് നോക്കി തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഗ്രേസമ്മയും മാമച്ചാനും ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചിരിക്കുകയാണ്. കാരണം അവർക്കറിയാം എന്താ സത്യം എന്നൊക്കെ ഉള്ളത് അറിയാവുന്നത് കൊണ്ട്. അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, ഇവളിത് എന്തൊക്കെയാണ് പറയണത്, ഇനി എന്തെങ്കിലുമൊക്കെ വായിൽ നിന്ന് വീഴോ എന്നുള്ളൊരു പേടിയിലാട്ടോ. അപ്പോൾ രേവതിക്കുട്ടിയാണെങ്കിൽ വൈജയയെ തന്നെ നോക്കി നിൽക്കണം. ആദ്യമായിട്ടാണ് രേവതിക്കുട്ടി വൈജയന്തിയെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിലിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയുമ്പോൾ, നിൽക്ക് ചേച്ചിയുടെ അമ്മയെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറയാട്ടോ. അത് കേട്ടതും അലീന ആകെ ഷോക്കാവും കേട്ടോ. വൈജയന്തി എന്ത് ദേഷ്യം വന്നിട്ട്, എന്ത് ചേച്ചിയുടെ അമ്മയോ, ഇവളുടെ അമ്മയോ, ഇവളുടെ അമ്മയാണോ ഞാൻ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക. പിന്നെ അങ്ങനെയല്ലോ ചേച്ചി എന്നോട് പറഞ്ഞത്, ഇവിടുത്തെ സാറ് അച്ഛനാണെന്നും മേഡം അമ്മയാണെന്നും ഒക്കെയാണല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോൾ വൈജയന്തി ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുക കേട്ടോ. ഇവളെയൊക്കെ മകളായി അംഗീകരിക്കാൻ എൻ്റെ പട്ടി വരും, ഇവളുടെ അമ്മയാവാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഏതോ ഒരുത്തി തെരുവിൽ പിഴച്ച് പെറ്റിട്ട് ഉപേക്ഷിച്ച് പോയിട്ട് അമ്മയും മകളും കളിക്കാൻ വന്നേക്കുന്നു. അവൾ ഒരു സെർവൻ്റായിട്ട് വന്നിട്ട് അവളിപ്പോൾ മകളായി ഇവിടെ വിലസുകയാണ്. നിർത്തുന്നുണ്ട് ഞാൻ ഇന്നത്തോട് കൂടിയിട്ട്, ഇവളുടെ എല്ലാ അടവും ഇന്നത്തോട് കൂടിയിട്ട് നിർത്തുന്നുണ്ട്. അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ നോക്ക് എന്നൊക്കെ പറയണം. അപ്പോഴാണ് ശരിക്കും രേവതിക്കുട്ടിക്കൊരു സ്ഥലകാല ബോധം വരുന്നത് കേട്ടോ. രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചിയെ കൂട്ടി കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങൾ വന്നത് എന്ന് പറയണം. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. എന്നോ പറയുന്നതാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്നുള്ളത്. ഇന്നെങ്കിലും ഒന്ന് പോയി തന്നാൽ അത്രയും സന്തോഷമായേനെ എന്നിങ്ങനെ പറയാണ് അലീനയും നോക്കിക്കൊണ്ട് വൈജയന്തി. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, അതിന് ഒരു വീട്ടിൽ ഇവൾ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെ ഉണ്ടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എല്ലാവരെയും നല്ല രീതിയിൽ നോക്കിയില്ലേ, ഭക്ഷണം ഉണ്ടാക്കി തന്നില്ലേ, വീട് നോക്കിയില്ലേ, മക്കളുടെ കാര്യങ്ങൾ നോക്കിയില്ലേ, നിങ്ങളെ അമ്മയ്ക്ക് ഇത്രയും അസുഖമൊക്കെ മാറ്റി തന്നത് ഇവളല്ലേ എന്നൊക്കെ പറയുമ്പോൾ, വേറെ എന്ത് കുറ്റമാണ് നിങ്ങൾ ഇവളിൽ കണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കിഷ്ടമല്ല, അത് തന്നെ എനിക്കിഷ്ടമല്ല എന്ന് മാത്രം പറയാണ് വൈജയന്തി. അതൊരു കുറ്റമല്ലല്ലോ, അത് നിങ്ങളുടെ മനസ്സിൻ്റെ കാഴ്ചപ്പാടല്ലേ, നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമില്ലേ, അത് എന്തോ ആയിക്കോട്ടെ, എൻ്റെ വീട്ടിലല്ലേ, എൻ്റെ വീട്ടിൽ ആര് നിൽക്കണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാമച്ചായൻ പറയുന്നുണ്ട്, ഇത് മിസ്റ്റർ ബാലചന്ദ്രൻ്റെ വീടല്ലേ, അയാളല്ലേ ഹൗസ് ഓണർ എന്ന് ചോദിക്കുമ്പോൾ, ഹൗസ് ഓണർ അയാളൊക്കെ ആയിരിക്കും, പക്ഷേ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് എന്ന് പറയട്ടോ. അത് എവിടുത്തെ രീതിയാണ്? ഏതൊരു വീട്ടിലും വീട്ടുടമസ്ഥനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയും പറയുകയും ചെയ്യുന്നത്. അതെല്ലാവരും അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യും. ഇവിടെ മാത്രം എന്താ നേരെ തിരിച്ച് സ്ത്രീഭരണമാണല്ലോ ഇവിടെ എന്നിങ്ങനെ പറയാണ് മാമച്ചായൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഗ്രേസമ്മയും വളരെ അതിശയത്തോട് കൂടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അതൊന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അങ്കിൾ ആൻറ്റി നീ വാ നമുക്ക് സാറിനെ കാണാം, അച്ഛനെ കാണാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകും. ഒരു അച്ഛൻ വന്നേക്കുന്നു എന്ന് പറഞ്ഞിട്ട് വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മുകളിലേക്ക് ഗ്രേസമ്മയും മാമച്ചായനും രേവതിക്കുട്ടിയും കൂടി ചെല്ലുന്നുണ്ട്. ആ ചെല്ലുന്ന സമയത്ത് ഇവരോട് ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുന്ന കാര്യം അതുപോലെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടിയെ പ്രത്യേകം പരിചയപ്പെടുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. ഇതാണല്ലേ രേവതിക്കുട്ടി, ഇവളാണല്ലേ എല്ലാത്തിൻ്റെയും കാരണക്കാരി എന്നൊക്കെ പറയുമ്പോൾ രേവതിക്കുട്ടി ആണെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത മാതിരി ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ചേച്ചി സാറ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ചുമ്മാ വെറുതെ ഞാൻ പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം, ഇവള് ചെറിയ ആളൊന്നുമല്ല, ഈ ചെറിയ ആളായിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ, ഇവളുടെ വായിൽ വരുന്ന വർത്താനമൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയണേ ബാലചന്ദ്രൻ. അത് ശരിയാവും ബാലചന്ദ്രൻ നിങ്ങൾ പറഞ്ഞത്, ഇവള് ഇങ്ങനെ ഇരിക്കുന്നേന്നോ, ഞങ്ങളൊക്കെ അവിടെ കിടന്ന് ഭരിക്കുകയാണ് ഇവള് ചെയ്യുന്നത്, നിലം തൊടിക്കത്തില്ല ഞങ്ങളെ. ശരിക്കും പറഞ്ഞാൽ ഇവളാണോ അവിടുത്തെ മുതലാളി, ഞങ്ങളാണോ അവിടുത്തെ മുതലാളി എന്ന് ഞങ്ങൾക്ക് തന്നെ സംശയമാണെന്ന് പറയട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, അതിലൊരു സംശയമില്ല, ഞാനാണ് അവിടുത്തെ മുതലാളി, നിങ്ങളൊക്കെ എൻ്റെ കീഴിൽ നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് പറയണം. അപ്പോൾ അതവിടെ എല്ലാവർക്കും ഇങ്ങനൊരു കൂട്ടച്ചിരി ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴേക്ക് തന്നെ വരുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അലീന പോണ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ്റെ മുഖത്ത് അത്രയ്ക്ക് ഒരു സന്തോഷമൊന്നുമില്ല. അങ്ങനെ താഴെ വരുന്ന സമയത്ത് വൈജയന്തി വീണ്ടും അലീനയെ കൂട്ടി കൊണ്ടുപോകുന്ന കാര്യം പറയുന്നുണ്ട്. എന്നിട്ട് അലീനോട് പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വരാനൊക്കെ പറയുകയാണ്. അങ്ങനെ
അലീന പോയി റെഡി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇവർക്ക് ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അലീന. അതൊക്കെ കൊടുക്കുന്നുണ്ട്. വൈജയന്തി ദേഷ്യത്തോടെ ആണെങ്കിലും ഇവർക്ക് അലീന ചായയൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഊണ് കഴിക്കാനൊന്നും നിൽക്കുന്നില്ല, ഒക്കെ പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ പറയണത്. അങ്ങനെ അലീന പോയിട്ട് തൻ്റെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്തും വൈജയന്തി ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇനി ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറി വരാതിരിക്കാൻ നോക്കുക, അതുകൊണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല, വേഗം പൊക്കോ, ഇവരുടെ കൂടെ പൊക്കോ, ഇനി നിൻ്റെ മുഖം ഈ വീട്ടിലുള്ളവർ കാണാൻ ഇടവരരുത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഗ്രേസമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കര കൺട്രോൾ പോകുന്നു. ഗ്രേസമ്മ പറയുന്നുണ്ട്, നിങ്ങളൊരു സ്ത്രീ തന്നെയാണോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകും, അതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണോ, അതൊക്കെ മറന്നുകൊണ്ടാണോ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? ഒരു പാവം പെൺകുട്ടിയോട് അവളുടെ കാരണമല്ലാതെ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണു, അങ്ങനെ ജനിച്ചു വീണതിന് അവളാണോ കാരണക്കാരി? അവളെ ജനിപ്പിച്ച നിങ്ങളെപ്പോലുള്ള ഒരു സ്ത്രീയല്ലേ എന്ന് പറയുമ്പോൾ വൈജയന്തി ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. ഇവരെന്തൊക്കെയാണ് പറയണത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആകെ ഷോക്കായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ ഗ്രേസമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യത്തിൽ തന്നെ സംസാരിക്കുകയാണ്. നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയല്ലേ അവളെയും പ്രസവിച്ചത്, ആ പ്രസവിച്ച് അവൾ ജനിച്ചു വീണതിന് ഇവളെന്ത് തെറ്റ് ചെയ്തു? ആ ഒരു പേരും പറഞ്ഞ് നിങ്ങളിങ്ങനെ പഴി ചാരാനായിട്ട് നമ്മളുടെ ജീവിതത്തിലൊക്കെ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമേ ഓർമ്മ വരുള്ളൂ. ഒരാൾ അങ്ങനെ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് എല്ലാ തെറ്റും മറ്റുള്ളവരും ചെയ്യും എന്നുള്ളൊരു ചിന്ത നമ്മളിൽ ഉണ്ടാവുക. അതുപോലെ ഒരു ചിന്തയും പ്രവൃത്തിയാണ് നിങ്ങളിലുള്ളത് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി ഇങ്ങോട്ട് ഷോക്കായിട്ട് നിൽക്കട്ടെ, ഇവരെന്തൊക്കെ പറയണേന്ന് ഓർത്തിട്ട്. എന്നിട്ട് ഗ്രേസമ്മയ്ക്കാണെങ്കിൽ പറഞ്ഞിട്ടും തീർന്നില്ല. അലീന പറയുന്നുണ്ട്, മതി ആൻറ്റി, വാ നമുക്ക് പോകാം എന്നൊക്കെ പറയാട്ടോ. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ഇനിയൊന്നും പറയണ്ട ആൻറ്റി, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും മനുഷ്യ സ്ത്രീയല്ല, മനുഷ്യന്മാരോട് ഇങ്ങനെ പെരുമാറണമെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പോവാമെന്ന് പറയുന്ന സമയത്താണ് കോളിംഗ് ബെല്ല് അടിയുന്നത് കേട്ടോ. അപ്പോൾ അലീന ഇനി വീണ്ടും ബാലചന്ദ്രനോട് യാത്ര പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ വൈദ്യു സമ്മതിച്ചിട്ടില്ല. ഇനി നീ യാത്ര പറയാൻ പോവണ്ട, അതുകൊണ്ട് നീ പോവേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോവാതിരുന്ന സമയത്താണ് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. അങ്ങനെ അലീന മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ വേണ്ട, നീ പോവണ്ടെന്ന് പറഞ്ഞിട്ട് വൈജ തടയുന്നുണ്ട് കേട്ടോ. എന്തിനാണ് അവളെ തടയുന്നത്? അവൾ എന്തായാലും പോവാൻ തീരുമാനിച്ചതല്ലേ, അവൾ പോവില്ലേ? ബാലചന്ദ്രൻ അവളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവളൊന്ന് പോയി കണ്ട് യാത്ര പറഞ്ഞിട്ട് വന്നോട്ടെ എന്ന് അങ്ങനെ മാമച്ചായനും ഒക്കെ പറയണേ. അപ്പോൾ അങ്ങനെ അലീന മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് നിൽക്കുക കേട്ടോ. എന്താ അച്ഛാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ നീ പോവാൻ തീരുമാനിച്ചോ ചോദിക്കുകയാണേ. അതെ അച്ഛൻ, ഞാൻ പോവാം, അതല്ലേ നല്ലത്, ഞാൻ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറയുമ്പോൾ വേണ്ട, നീ പോവണ്ട, നീ പോയാൽ ശരിയാവത്തില്ല എന്ന് പറയണേ. അതെന്താ അച്ഛാന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ നീ പോവണ്ട, നീ പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല, അവർ മാമച്ചൻ്റെ വീടൊക്കെ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് വന്നിട്ട് നിന്നെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെയാണെങ്കിൽ എനിക്ക് നിന്നെ സംരക്ഷിക്കാൻ പറ്റും, അതുകൊണ്ട് നീ പോവേണ്ട, പിന്നീട് ഒരിക്കലും നിനക്ക് പോകാം, അവർ തിരിച്ചു പോയിക്കോട്ടെ എന്ന് പറയാട്ടോ. അപ്പോൾ അത് കേട്ടപ്പോൾ അലീനയ്ക്ക് ആകെ ഒരു വിഷമാവുന്നുണ്ട്. അച്ഛാ, ഞാൻ അവരോട് എല്ലാം പറഞ്ഞു, അവരെന്നെ വിളിക്കാൻ വന്നിട്ട് ഇനിയിപ്പോൾ അവരെ മടക്കുന്നത് ശരിയാണോ ചോദിക്കുമ്പോൾ അവരെ ഇങ്ങോട്ടേക്ക് വിളിക്കും, ഞാൻ പറയാം അവരോട്, ഞാൻ സംസാരിക്കാം അവരോട് എന്ന് പറയണം. അങ്ങനെ അലീന മാമച്ചാനെയും രേവതികുട്ടിയെയും ഗ്രേസമ്മയും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ഇവിടെ വന്നതിൽ എനിക്ക് വിഷമമുണ്ട്, അലീനയെ തൽക്കാലം ഞാൻ പറഞ്ഞയക്കുന്നില്ല, എനിക്ക് പേടിയാണ് അലീനയെ പറഞ്ഞയക്കാൻ. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതിൽ ഞങ്ങളുടെ വീട് അവർക്ക് അറിയത്തില്ലല്ലോ, അവർ അങ്ങനെ വരാനൊന്നും പോകുന്നില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ എങ്ങനെയെങ്കിലും മണത്തറിഞ്ഞ് അവർ അങ്ങോട്ടേക്ക് വരും. അതുകൊണ്ട് ഇവിടെയാണ് അലീന എങ്കിൽ എനിക്ക് അലീനയെ സംരക്ഷിക്കാൻ പറ്റും, അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ തിരിച്ചു പോ, അലീനയെ ഞാൻ മറ്റൊരു ദിവസം ഞാൻ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ആക്കിത്തരാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാമച്ചാനും ഗ്രേസമ്മയും മുഖത്തോട് മുഖം നോക്കണം. അപ്പോൾ രേവതിക്കുട്ടിക്ക് ആകെ വിഷമമാണ്. എന്നിട്ട് ബാലചന്ദ്രൻ രേവതിക്കുട്ടിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മോള് വിഷമിക്കേണ്ട, ചേച്ചിയെ ഞാനൊരു ദിവസം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാക്കി തരാം, എന്നിട്ട് നിങ്ങൾക്ക് 2 ദിവസം 3 ദിവസമൊക്കെ അവിടെ നിൽക്കാമല്ലോ, അത് കഴിഞ്ഞിട്ട് ചേച്ചിയെ വിട്ടാൽ മതി എന്നൊക്കെ പറയാണ്.
അപ്പോൾ ബാലചന്ദ്രൻ അങ്ങനെ ഒരു പേടിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ തൽക്കാലം എന്നാൽ അലീന വരണ്ട, ഇവിടെ തന്നെ നിൽക്കട്ടെ എന്ന് മാമച്ചായനും പറയുമ്പോൾ ഗ്രേസമ്മയും അത് സമ്മതിക്കുക കേട്ടോ. ഗ്രേസമ്മ പറയുന്നുണ്ട്, ഞങ്ങൾക്കും ടെൻഷനാണ് അലീനയുടെ കാര്യം ആലോചിച്ച്, ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള പേടിയും ഞങ്ങൾക്കുണ്ട്. പക്ഷേ ബാലചന്ദ്രൻ ഇത്രയ്ക്കും സപ്പോർട്ടായിട്ട് അലീനയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് എന്നാൽ തൽക്കാലം അലീന ഇവിടെ തന്നെ നിൽക്കട്ടെ, ഞങ്ങളുടെ കൂടെ വരണ്ട എന്ന് പറഞ്ഞിട്ട് മാമച്ചായനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും കൊണ്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ അലീനയെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങി വരുന്ന സമയത്ത് താഴെ ഇവരിവിടെ ഇങ്ങനെ കാത്തിക്കുകയാണ് വൈജയും മക്കളും കേട്ടോ. അപ്പം ഗ്രേസമ്മയും മാമച്ചായനും രേവതിക്കുട്ടിയും കൂടി അലീനയോട് യാത്ര പറയണം, എന്നാൽ ചേച്ചി ഞങ്ങൾ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ പോട്ടേന്നു. അപ്പോൾ ഇവളെ കൊണ്ടുപോകുന്നില്ലേ ഇവളെ കൊണ്ടുപോകാനല്ലേ നിങ്ങൾ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ബാലചന്ദ്രൻ സമ്മതിക്കുന്നില്ല, അലീനയെ കൊണ്ടുപോകണ്ടെന്നാണ് ബാലചന്ദ്രൻ്റെ ഓർഡർ എന്ന് പറയട്ടോ. അത് എവിടുത്തെ ന്യായം? നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു, അവൾ വരാനും തയ്യാറായിട്ട് നിൽക്കുന്നു, പിന്നെ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ മര്യാദയ്ക്ക് ഇവളെ കൊണ്ടുപോകാൻ നോക്കി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അതിനുള്ള അവകാശമില്ല, അവൾ അവളുടെ അച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അവളുടെ അച്ഛൻ പറയുന്നു അവളെ കൊണ്ടുപോകണ്ട എന്ന്, അതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് ഇവരുടെ കൂടെ ഇറങ്ങിപ്പൊക്കോ നീ, അല്ലാണ്ടെങ്കിൽ ഞാൻ അന്നത്തെ പോലെ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ മുകളിൽ ബാലചന്ദ്രൻ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് അങ്ങ് കൊല്ലപ്പള്ളിയിൽ പോയി ചെയ്താൽ മതി, ഇവിടെ വന്ന് ചെയ്യണ്ട, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ വൈജ കുറച്ച് എതിർത്ത് പറയാൻ നോക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ അലീനയെ കൂട്ടാതെ തന്നെ രേവതിക്കുട്ടിയും മാമച്ചാനും ഗ്രേസമ്മയും കൂടി തിരിച്ചു പോവുകയാണ്. അലീനയും പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ അവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി കൂടി വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എന്ന് പറയുമ്പോൾ സാരല്ല മോളെ, അച്ഛൻ പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറയണം. അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ട്, ബാലചന്ദ്രൻ ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ബാക്കി എല്ലാവരും എതിരാണല്ലോ, നിനക്ക് ഇവിടെ സേഫായിട്ട് നിൽക്കാൻ പറ്റുമോ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അങ്കിൾ, എന്താണെങ്കിലും നിന്നല്ലേ പറ്റൂ, അച്ഛൻ്റെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ എന്ന് പറയണേ. ഗ്രേസമ്മ പറയുന്നുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന പക്ഷേ ഉടനെ തന്നെ വിളിക്കണം, ഏത് രാത്രി ആയാലും കുഴപ്പമില്ല, ഞങ്ങൾ എത്ര നേരം വൈകിട്ടാണെങ്കിലും നീ വിളിച്ചോ, ഞങ്ങൾ വന്നോളാം, ഞങ്ങൾ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പൊക്കോളാം, ദൂരത്തിൻ്റെ വിഷയമൊന്നും നീ നോക്കേണ്ട, നീ വിളിച്ചാൽ മതി, ഞങ്ങൾ വന്നോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നീട് അവർ യാത്രയാവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാട്ടോ നാളത്തെ എപ്പിസോഡിൽ സംഭവിക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ആര് വരുന്നത്, നമ്മുടെ ശിവശങ്കരനും രാജീവൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്ന എപ്പിസോഡ് വരുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.